നോർമലി സ്ക്വാട്ട് ചെയ്യുന്നത് പോലെ കൺട്രോൾ ചെയ്ത് താഴോട്ട് പോവുക. എന്നിട്ട് പിൻസിൽ ബാർ പ്ലേസ് ചെയ്യുക. എന്നിട്ട് പിൻസിൽ പോസ് ചെയ്യണം. ഫൺ ഫാക്ട്, ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ഞാൻ പിൻസിൽ നിന്ന് തിരിച്ച് പൊങ്ങില്ല എന്നാണ് വിചാരിച്ച്. അങ്ങനെ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് സെയിം ലെവലിൽ തിരിച്ചു പൊങ്ങുക. ഇതിനാണ് പിൻ സ്ക്വാട്ട്സ് എന്ന് പറയുന്നത്. ഒരു പോസ്റ്റ് സ്ക്വാട്ടോ ബോക്സ് സ്ക്വാട്ടോ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പിൻ സ്ക്വാട്ട് ബാർ നമ്മുടെ സ്പൈനിൽ നിന്ന് 1 സെക്കൻഡ് കംപ്ലീറ്റ്ലി അൺലോഡ് ആവുകയാണ് ചെയ്യുന്നത്. പിൻസിൽ റെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കോൺസെൻട്രിക് ഈസെൻട്രിക് ചെയിൻ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഒരു ഡെഡ് ലിഫ്റ്റ് പോലെ ഡെഡ് സ്റ്റോപ്പ് പൊസിഷനിൽ നിന്ന് എനർജി ജനറേറ്റ് ചെയ്ത് വേണം ഇത് പൊന്തിക്കാൻ. ഒരു സ്പ്രിങ് പോലെ നിങ്ങൾ തിരിച്ച് പൊന്താൻ പറ്റില്ല. അതായത് ഒരു സ്ട്രെച്ച് റീഫ്ലെക്സ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നോർമലി സ്ക്വാട്ട് ചെയ്യുന്ന പോലെ ബൗൺസ് ചെയ്ത് മുകളിലോട്ട് ലേശം മൊമെന്റം യൂസ് ചെയ്ത് പൊങ്ങാനും പറ്റില്ല. നിങ്ങളുടെ നോർമൽ സ്ക്വാട്ടിന്റെ ഡെപ്തിലാണ് പിൻസ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്ക്വാട്ട്സ് വളരെ സ്ട്രോങ് ആവും. അപ്പോൾ കോഷൻ, നിങ്ങൾ നോർമലി സ്ക്വാട്ട് ചെയ്യുന്ന വെയിറ്റ്സ് ഇതിൽ പൊക്കാൻ പറ്റില്ല. മാത്രമല്ല, നിങ്ങൾക്ക് സ്ക്വാട്ട്സിൽ നിന്ന് മുട്ടുവേദനയോ ബാക്ക് പെയിനോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പെയിൻ വരുന്ന ഡെപ്തിന് തൊട്ട് മുകളിൽ പിൻസ് സെറ്റ് ചെയ്ത് പിൻ സ്ക്വാട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ ആഴ്ചകൾ കൂടുമ്പോൾ പിൻ ഹൈറ്റ് താഴ്ത്തി നിങ്ങളുടെ നീ പെയിൻ മെല്ലെ മാറ്റാൻ സാധിച്ചേക്കാം. സോ നല്ലൊരു റീഹാബ് എക്സസൈസും കൂടെയാണ് പിൻ സ്ക്വാട്ട്സ്. ഇത് നിങ്ങളുടെ ബ്രേസിനെയും ടൈറ്റ്നസിനെയും ശരിക്കും ട്രെയിൻ ചെയ്യും. സ്ക്വാട്ട് ചെയ്യുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ മുൻപോട്ടോ പുറകോട്ടോ നിങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും ഇതിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾ വേണ്ടത്ര ഡീപ്പായിട്ടല്ല സ്ക്വാട്ട് ചെയ്യുന്നെങ്കിൽ പിൻ സ്ക്വാട്ട്സ് അത് ഫിക്സ് ചെയ്യാൻ സഹായിച്ചേക്കാം. പിൻ സ്ക്വാട്ട്സ് നിങ്ങളുടെ ബാർ പാത്ത് ഇംപ്രൂവ് ചെയ്യാനും ടെക്നിക്ക് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. എൻജോയ് ദ ന്യൂ സ്ക്വാട്ട് ഗെയിംസ്.